നമസ്കാരം. പ്രശസ്ത കവി ജി ശങ്കരക്കുറുപ്പിന്റെ പെരുന്തച്ചൻ എന്ന കവിതയ്ക്ക് ഒരു കഥാവിഷ്കാരം. അവിടെയുണ്ടൊരു കുടിൽ, അതിന്റെ കോലായിൽ കുന്തിച്ചിരി പുരുഷൻ. തൊലിയുമെല്ലുമല്ലാതൊന്നുമില്ല ശരീരത്തിൽ, ഇലവാടിക്കഴിഞ്ഞ പോൽ ഇരിപ്പു പാവം. ആ വൃദ്ധൻ ആരാണെന്ന് പറയപ്പെട്ട പന്നിരിക്കൊല്ലത്തിലെ ഒരംഗം. തച്ചുശാസ്ത്രത്തിലും ശില്പവിദ്യയിലും അതീവ ജ്ഞാനിയായ പെരുന്തച്ചൻ. ശില്പചാതുരി കൊണ്ട് വിശ്വപ്പെരുമ നേടിയ പെരുന്തച്ചൻ. അത് പഴയ കഥ. ഇന്നോ ചിന്തയേറിട്ട് മിനുക്കിയെടുത്ത ശില്പപ്രതാപത്തിന്റെ യശസ് നങ്ങിയിരിക്കുന്നു. കാലത്തിന്റെ കറുത്ത വിരലുകൾ ആ കണ്ണുകളിൽ ഇട്ടുതീച്ചു, കാതുകളിൽ ഒച്ചയെടുത്തു. പക്ഷേ ശിവശാസ്ത്രം അത് മാത്രം കൊണ്ടുപോയിരുന്നില്ല. മനസ്സിൽ ഓർമ്മകൾ കണ്ണിന് പോലെ കിഴാതെ തെളിയുമ്പോൾ തച്ചൻ കിതയ്ക്കുകയാണ്. അടുത്ത ഭാര്യ നാനിയും. അവരും കിളവിയായിരിക്കുന്നു. വെടിവെച്ചാൽ പോലും കേൾക്കില്ല. നാനിയെ തന്നെ നോക്കിയിരിക്കെ തച്ചന്റെ മനസ്സ് കടിഞ്ഞാളില്ലാത്ത കുതിരയെ പോലെ ഭൂതകാലത്തിലേക്ക് തിരിച്ചു. തച്ചനും നാനിയും കുടുംബജീവിതത്തെ ആരംഭിച്ച കാലം. പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് ഒരു അൺകുഞ്ഞി പിറന്നു. അച്ഛനിൽ നിന്ന് ആ മകൻ തച്ചുശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങൾ ഗ്രഹിച്ചു. അവന്റെ ഓരോ വളർച്ചയിലും അച്ഛൻ അഭിമാനിച്ചു, അഹങ്കരിച്ചു. മുഴക്കോലിലളക്കുവാൻ കഴിയില്ല അച്ഛന്റെ മനസ്സിലെ പുത്രസ്നേഹം ഒരു നാളിലും. അരികത്തിരുന്നു തച്ചുശാസ്ത്രത്തിൻ കണക്കുകൾ അലസനാകാതെ പുത്രൻ ഹൃദിസ്ഥമാക്കി. അച്ഛന്റെ ആഗ്രഹം പോലെ തന്നെ അവന്റെ ഓരോ കരവിലും ദേശക്കാരൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. തച്ചുശാസ്ത്രത്തിലും ശില്പവിദ്യയിലും എന്നല്ല എല്ലാ സൂത്രപ്പണികളും പൊടിക്കൈകളും പ്രയോഗിക്കുന്നതിലും വിരുദ്ധൻ. ഉളിയന്നൂർ ക്ഷേത്രത്തിന്റെ ഗോപുരമുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഗന്ധനെ കണ്ടാൽ ഇപ്പോഴും അത് ചിറകു ചലിപ്പിക്കുകയാണെന്ന് തോന്നും. അത്രയ്ക്കും ജീവസുറ്റവിയായിരുന്നു അവന്റെ ഓരോ ശില്പവും. അങ്ങനെ ഇരിക്കെ നാട്ടുകാരുടെ ആശപ്രകാരം പുളിയന്നൂർ പുഴയ്ക്ക് ഒരു പാലം പണിതു. കൂട്ടാഴ്ചയാരുടെ ശില്പവിരുദ്ധം വിളിച്ചോതുന്ന നെൽപ്പാലം. പാലത്തിനടിയിൽ ഒരു നേരം പോക്കിന് തച്ചൻ ഒരു യന്ത്രപ്പാവയെ ഘടിപ്പിച്ചു. യാത്രക്കാർ പാലത്തിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ ജലനിരപ്പിൽ നിന്ന് ഒരു ദേവതയെ പോലെ ആ പാവ പൊന്തി വരും. നടന്ന് നടന്ന് പാലത്തിന് മധ്യത്തിലെത്തുന്നവരുടെ മുഖത്തേക്ക് പാവ ആഞ്ഞു തുപ്പും. തച്ചനായ പെരുന്തച്ചനെ പോലെ തന്നെ വേണം. വിചിത്ര വിദ്യകൾ കണ്ടവരെല്ലാം ബിരുദിനെ വാട്ടിപ്പാടി, അക്കൈ ബിരുദിനെ വാട്ടിപ്പാടി. ആളുകൾ അനവധി വന്നു തുടങ്ങി ആറ്റിൻ വക്കിലൊരുത്സവമായി. 4 ദിവസം കഴിഞ്ഞില്ല, അതാ പഴയ പാവയുടെ അടുത്ത് മറ്റൊരു പാവ, തച്ചന്റെ പാവ. വായ തുറന്ന് തുപ്പാനാകുന്നു. പുതിയ പാവ അതിന്റെ ചിക്കിട പരടി. ആളുകൾക്ക് വിസ്മയത്തോടൊപ്പം ഞെട്ടലാണ് ഉണ്ടായത്. കാരണം പുതിയ പാവയെ നിർമ്മിച്ചിരിക്കുന്നത് മകനാണ്. തച്ചനൊരു നേരം പോക്കിന് ഒരു യന്ത്രപ്പാവയെ ഘടിപ്പിച്ചു. അതുപോലെ മറ്റൊന്നുണ്ടാകാൻ മകനില്ലേ അവകാശം. എന്നാൽ പാവയുടെ ചികിടത്തല്ല അച്ഛന്റെ കർണത്താണെന്ന് പ്രചരിപ്പിക്കാൻ നാട്ടുകാർക്ക് വരെ ഉത്സാഹമായിരുന്നു. എന്തിനേറെ പറയുന്നു, ആ പിതൃപുത്ര ബന്ധം ഉലഞ്ഞു. അടികണ്ടതച്ഛന്റെ കരളിലല്ലോ. കൂടി വിട്ട് പോയി മകൻ ആരാവിൽ മിടിക്കുന്നൊരു ദേവുമായി തച്ചനിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. പെരുന്തച്ചനെ തമ്പ്രാൻ വിളിച്ചു. പെരുന്തച്ചോ, നമ്മുടെ കോവിലിന് പുതിയൊരാണപ്പതിന് പണിയണം, ക്ഷേമാവണം. തന്നെ കൊണ്ട് മാത്രം പറ്റോ? തച്ചന് മനസ്സ് നീറി. പെരുന്തച്ചനായ തന്നോട് തച്ചനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ആദ്യമായിട്ടാണ്. അയ്യാപ്പത്ര ആലോചിക്കാൻ തന്നെ കൊണ്ട് മാത്രം പറ്റില്ല. ചെറുകുട കുട്ടികള് കരുത്തിന്റെ വാക്കുകൾ. നോമതി കേടിക്കുന്നു. അതുകൊണ്ടല്ലേ പറഞ്ഞത് അയാളോടുകൂടി ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതിയെന്നാണ്. ആ വാക്കുകൾക്ക് വിധിയിലേക്കാൾ മൂർച്ചയുള്ളതായി പെരുന്തച്ചന് തോന്നി.
പക്ഷേ എല്ലാ വികാരങ്ങളും ഉള്ളിലൊതുക്കി തമ്പ്രാന്റെ കൽപ്പന അനുസരിക്കാൻ തച്ചൻ തീരുമാനിച്ചു. മകനെ നിരമറിയിച്ചു. ആനപ്പന്തല് എന്റെ കുട്ടി കൂടെ തന്നെ ഉണ്ടാവണം. മകന് സന്തോഷമായി. ആനപ്പന്തലിന്റെ പണികളെല്ലാം ഉത്സാഹപൂർവ്വം നടക്കുകയാണ്. തട്ടും മുട്ടും കൊത്തും പണിയും തച്ചന്മാര് നിരന്നു. ആണും പെണ്ണും ജോലി തുടർന്നു. തൂണുകൾ പൊയ്യർന്നു, ചിന്തേരുകൾ പാഞ്ഞു, ചന്ദനമുട്ടി കടഞ്ഞു, ഉണ്മ വിരിഞ്ഞു, മനസ്സു നിറഞ്ഞു, നല്ലൊരു പന്തലുയർന്നു. പന്തലിക്കേമം തന്നെ ഹൈക്കേമം നല്ല ചങ്ങമം തന്നെ. താത്തനല്ലേ ഉണ്ടാക്കിയത്? താത്തനല്ലതേ കൊറ്റരാ. താത്തന്റെ കാലൊക്കെ കഴിഞ്ഞു, ഇപ്പൊ കൊറ്റന്റെ കാലമാ. ആളുകളൊന്ന് പരസ്യമായി പറയാൻ തുടങ്ങി. 1000 മണിയുടെ ഒറ്റവായിലെ നാവാർക്കാനും കെട്ടുവാൻ കഴിയുമോ? ആനപ്പന്തല് ബഹുക്ഷേമം. ഇനി മുഖപ്പിരി കൊച്ചു പണി മോന്താൻ കേട്ട്. അത് കഴിഞ്ഞാൽ പണി ശുഭം. ചന്ദനപ്പലകയിൽ മഹാലക്ഷ്മിയുടെ സുന്ദരമായ രൂപം കൊത്തുകയാണ് മകന്റെ കഥ. മുകളിൽ മോന്തായത്തിന് വീട്ടിൽ കൊണ്ട് ആണിച്ചിരിക്കുകയാണ് തച്ചൻ. ഒരു വേള അയാൾ അത്ഭുതത്തോടെ താഴ്ത്തു നോക്കി. എന്തൊരു വേഗത, എന്തൊരു ചാരുത! ശിരസ് മുടലും വേർപ്പെട്ട രക്തത്തിൽ കുളിച്ചു കൊടുക്കുന്ന കൊച്ചുച്ചന്റെ ശരീരം പ്രപരാധിയെ പോലെ താഴോട്ട് പതിക്കുന്ന പെരുന്തച്ഛൻ. ലോകത്തിൽ ഒരച്ഛന് ഏറ്റുവാങ്ങാത്ത ദുർവിധിയുമായി തളർന്നിരിക്കുന്ന തച്ചനെ അർത്ഥം വെച്ച് നോക്കുന്ന കാണികൾ. അടുത്ത് നാനി മുറുക്കാനിരിക്കുന്ന ശബ്ദം തച്ചനെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തി. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി, നിറയാർന്ന ചുണ്ടുകൾ മന്ത്രിച്ചു. സഹൃദയരെ, പെരുന്തച്ഛനിലെ അച്ഛനും തച്ചനും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.